മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഇടുക്കിയിൽ ഉല്ലാസ് സാക്ഷരതാ പരീക്ഷയ്ക്ക് 6013 പേർ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസ് നടക്കുന്ന ജില്ലയിലെ 18 ഗ്രാമപഞ്ചായത്തുകളായി 6013 പേർ സാക്ഷരതാ പരീക്ഷ എഴുതുവാൻ തയ്യാറെടുക്കുന്നു. മികവുത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സാക്ഷരതാ പരീക്ഷ ജനുവരി 25-നാണ് നടത്തപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന അടിമാലി, മൂന്നാർ, ദേവികുളം, മാങ്കുളം, ചിന്നക്കനാൽ, ബൈസൽവാലി, രാജകുമാരി, നെടുങ്കണ്ടം, ഉടുമ്പൻചോല, അറക്കുളം, വണ്ണപ്പുറം, വാത്തിക്കുടി, കാഞ്ചിയാർ, വണ്ടൻമേട്, ചക്കുപള്ളം, വണ്ടിപ്പെരിയാർ, പാമ്പാടുംപാറ, ഉപ്പുതറ ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടന്നുവരുന്നത്. ഇവിടങ്ങളിലെ അവശേഷിക്കുന്ന നിരീക്ഷരരെ കണ്ടെത്തി സാക്ഷരരാക്കുക എന്നതാണ് ലക്ഷ്യം. ഏറ്റവും കൂടുതൽ പേർ മികവുത്സവത്തിൽ പങ്കെടുക്കുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലാണ്. രണ്ടാമത് നെടുങ്കണ്ടമാണ്. തമിഴ് മേഖലയിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗം പഠിതാക്കളും. സാക്ഷരതാ പഠിതാക്കളിൽ 2183 പേരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. മികവുത്സവത്തിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് നേടുന്നവർക്ക് തുടർന്ന് 4ാം തരം തുല്യതാ കോഴ്സ് ചേർന്ന് പഠിക്കാൻ അവസരം നൽകും. പരീക്ഷ എഴുതുന്ന പഠിതാക്കളുടെ എണ്ണം ആകെ 6013 അതിൽ പുരുഷന്മാർ 1957 പേരും സ്ത്രീകൾ 4056 SC ആകെ 1915 പുരുഷന്മാർ 744 പേരും സ്ത്രീകൾ 1171 ST ആകെ 892 പുരുഷന്മാർ 215 സ്ത്രീകൾ 677 പേരുമാണ് പങ്കെടുക്കുന്നത്. കേരള സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായി ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസ് പദ്ധതിയുടെ പൊതുപരീക്ഷ മികവുത്സവം 2026 ജനുവരി 25-ാം തീയതി ജില്ലയിൽ നടക്കുകയാണ്. കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടെ സാക്ഷരതാ മിഷനാണ് ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പദ്ധതിയുടെ ഭാഗമായി 6013 പേരാണ് 25-ാം തീയതി നടക്കുന്ന പൊതുപരീക്ഷയിൽ മികവുത്സവത്തിൽ പങ്കെടുക്കുന്നത്. പട്ടിക വർഗ മേഖലയിൽ ഉൾപ്പെടെ തമിഴ് മേഖലകളിൽ ഉൾപ്പെടെയുള്ള പഠിതാക്കളാണ് നമ്മുടെ ഈ സാക്ഷരതാ പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. ഈ സാക്ഷരതാ പരീക്ഷ വിജയിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നവർക്ക് തുടർന്ന് 4ാം തലത്തിലേക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി നമ്മുടെ ജില്ലയിൽ ഉണ്ടാവുകയാണ്. ഇടുക്കി ജില്ലയിലെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിൽ മുൻകാലങ്ങളിൽ എന്നതുപോലെ സാക്ഷരതാ മിഷൻ വഹിച്ച പങ്ക് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനായി ഈ പദ്ധതി ഉപകാരപ്പെടുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.